സിനിമ വളരെ നന്നാകുമ്പോഴാണല്ലോ ഇത് ഒരു സിനിമ എങ്ങനെയാണ് നന്നാകുന്നത്, ആ സിനിമ കണ്ടിട്ട് അതിൽ ആൾക്കാർക്ക് അതൊരു അക്സെപ്റ്റൻസ് ഉണ്ടാകുന്നത്. ഇപ്പോൾ തുടരുന്നുള്ള സിനിമയായാലും അല്ലെങ്കിൽ ഈ സക്സസ്ഫുൾ സിനിമയൊക്കെ അങ്ങനെയല്ലേ, നല്ല സിനിമയാണെങ്കിൽ ആൾക്കാർ തിയേറ്ററിൽ വരും എന്നുള്ളതാണ് നമ്മുടെ ഒരു നിഗമനം. നല്ല സിനിമ എന്താണെന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ചിങ്. ആ നല്ല സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രതീക്ഷ, ഇപ്പോൾ പറയുന്നു നിങ്ങളൊരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയുകയാണ് ഞങ്ങൾക്ക് സത്യൻ അന്തിക്കാട് മോഹൻലാൽ കോമ്പിനേഷനിൽ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ഉണ്ടെങ്കിൽ ആ സിനിമ സക്സസ് ആണ്. ആ പ്രതീക്ഷയ്ക്ക് താഴെയാണെങ്കിൽ അത് മോശമാവും, ആ പ്രതീക്ഷയ്ക്ക് മുകളിലാണെങ്കിൽ അത് സൂപ്പർ സക്സസ് ആവും. ഇപ്പോൾ തുടരും എന്നുള്ളൊരു സിനിമ അങ്ങനെ എന്ത് പ്രതീക്ഷയിലാണ് അവർ സിനിമ കാണാൻ പോയെന്ന് അറിയില്ല, പക്ഷേ ആ പ്രതീക്ഷയ്ക്കൊക്കെ മുകളിലായിരുന്നു. ചിലപ്പോൾ വലിയ ഹൈപ്പ് ചെയ്തിട്ടുള്ള സിനിമകൾ, എത്രയോ വലിയ സിനിമകൾ മോശമായി പോയിട്ടുണ്ട്. അവരുടെ പ്രതീക്ഷ അത്രയും വലുതാണ്. ഇവരുടെ പ്രതീക്ഷ എന്താണെന്ന് അറിഞ്ഞുകൂടാത്തതാണ്, അതൊരു സീക്രട്ടാണ്. പക്ഷേ അപ്പം നമ്മൾ ആ പ്രതീക്ഷകളൊന്നും മനസ്സിൽ വയ്ക്കാതെ നല്ലൊരു സിനിമ ചെയ്യാൻ തയ്യാറായി. ആ സിനിമയാണ് ഹൃദയപൂർവ്വം എന്നാൽ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഇപ്പം ദൃശ്യം എന്നുള്ളൊരു സിനിമ നമ്മൾ ചെയ്യുമ്പോൾ ഇതൊരു ഭയങ്കര സൂപ്പർ ഹിറ്റ് ഫിലിം അങ്ങനെയൊന്നും അല്ല. വി ആർ ഡൂയിങ് എ ഗുഡ് ഫിലിം. നല്ല മോശം സിനിമ ആയിരിക്കില്ല. ഇപ്പം നേരെന്നൊരു സിനിമ ചെയ്യുന്നു, ഇതൊരു മോശം സിനിമയല്ല, പിന്നെ അതിൻ്റെ സക്സസ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഈ സിനിമ നല്ലതായാൽ തീർച്ചയായിട്ടും ആൾക്കാർക്ക് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയൊരു സിനിമ, കുടുംബസമേതം ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ചിത്രമായിരിക്കും. ലാലേട്ടനെ കാണുമ്പോൾ സ്വാഭാവികമായും ആളുകൾ ചോദിക്കുന്നൊരു എന്നായിരിക്കും ദൃശ്യം 3 എന്നുള്ളതൊരു. ഞങ്ങൾ ഇപ്പോൾ ഈ അടുത്ത മാസം തുടങ്ങുകയാണ്, സെപ്റ്റംബർ ഒരു 20th ദൃശ്യം 3 തുടങ്ങും, സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, കഥ ചോദിക്കാൻ പറ്റാത്ത ആക്ടേഴ്സ് എല്ലാം ആയി, എല്ലാവരും ബ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ 20th തൊടുപുഴ തുടങ്ങും. കഴിഞ്ഞ 2 തവണ ഉണ്ടായിരുന്നതിനേക്കാൾ ആകാംക്ഷയിലൂടെ ഞങ്ങളെ കൊണ്ടുപോകും. അത് പറയാൻ പറ്റില്ല, എനിക്കെങ്ങനെയാണ് പറയാൻ പറ്റുന്നത്. അത് തീർച്ചയായിട്ടും ഒരു 2 മുകളിൽ നിൽക്കണ്ടേ 3. അപ്പം 1 മുകളിൽ നിന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. നമ്മളതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതൊരു വലിയ ട്രിക്കിയാണത്, അങ്ങനെ സക്സസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഇപ്പോഴും സീക്വൽ സിനിമകൾ ആദ്യത്തേനെക്കാട്ടിലും രണ്ടാമത്തത് ഭയങ്കരമായിട്ട് വന്നിട്ടില്ല. ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുണ്ട്, പക്ഷേ 3ാമതൊരു സിനിമ അത് സക്സസ് ആയാൽ നമുക്കിത് 4ാമതൊരു സിനിമയായിട്ടും കൊണ്ടുവരാൻ പറ്റും. ലാലേട്ടാ, ഓണത്തിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഓണക്കാലം എങ്ങനെയാണ് ലാലേട്ടൻ? ഈ ഓണക്കാലം സാധാരണ എല്ലാ ഓണക്കാലം ഞാൻ എൻ്റെ ഫാമിലിയായിട്ടോ അല്ലെങ്കിൽ അമ്മയായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്രാവശ്യം അത് സാധിക്കില്ല, ഞാൻ പുറത്ത് പോകണം, ഞാൻ US-ലായിരിക്കും. പക്ഷെ എന്നാലും എപ്പോഴായാലും ഞാൻ കൂടുതൽ സമയം അമ്മയുടെ കൂടെ എപ്പോഴും ഇരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അമ്മയ്ക്ക് സുഖമില്ലായിരിക്കുകയാണ്. അപ്പം ഓണത്തിനിപ്പം നമുക്ക് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്, ഒരു ഫോണിൽ കൂടെ ആയാലോ വീഡിയോ കോളോ ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഓണം നേരത്തെ ചില കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ട് ഞാൻ US-ലേക്ക് പോകാം.